MG യൂണിവേഴ്സിറ്റിയുടെ കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൻ്റെ മെയ് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, from a population with PDF f of x is equal to 1 by theta e raised to minus x by theta, x greater than 0, theta greater than 0, a random sample of size 2 is taken. Show that 4 by pi into geometric mean of the observations is an unbiased estimator of theta. അപ്പോൾ നമുക്കിവിടെ ഒരു പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ തീറ്റ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ തീറ്റ. അതൊരു എക്സ്പോണൻഷ്യൽ പോപ്പുലേഷനാണ്. അപ്പോൾ ഈ പോപ്പുലേഷൻ, ഈ PDF ഉള്ള ഒരു പോപ്പുലേഷൻ്റെ ഉള്ളിൽ നമ്മൾ 2 സൈസുള്ള ഒരു സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. അതായത് നമുക്കവരെ x1 x2 എന്ന് വിളിക്കാം. അപ്പോൾ ലെറ്റ് x1 x2 be a random sample of size 2 from this population, size 2 from this exponential population. ഇപ്പോൾ x1 x2 എന്ന് പറയുന്നത് ഈ എക്സ്പോണൻഷ്യൽ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ഒരു സാമ്പിൾ ആയതുകൊണ്ട് തന്നെ ഈ x1ഉം x2ഉം രണ്ടും എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, ദിസ് പാരാമീറ്റർ 1 ബൈ തീറ്റ അതുതന്നെയാണ് ഫോളോ ചെയ്യുക. അപ്പോൾ വാട്ട് വിൽ ബി എഫ് ഓഫ് x1 അതായത് PDF ഓഫ് ദി വേരിയബിൾ x1 ദറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ തീറ്റ e raised to minus x1 by theta, where x1 is greater than 0. Similarly, f of x2 will be 1 by theta e raised to minus x2 by theta, where x2 is greater than 0. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മളടുത്തുള്ള 2 റാൻഡം സാമ്പിളിലുള്ള 2 ഒബ്സർവേഷൻസുകളും എന്ത് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് നമുക്കറിയാം. ഇനി നമുക്ക് 4 by 5 ഇൻറ്റു ജോമെട്രിക് മീൻ ഓഫ് ദി ഒബ്സർവേഷൻസ്, ഇതാണ് നമ്മളുടെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്ന് നമ്മൾ കാണിക്കേണ്ടത്. അതായത് ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ എസ്റ്റിമേറ്റർ ടി എന്ന് പറയുന്നത് 4 by pi into geometric mean of the observations, അതായത് geometric mean of x1 and x2. ഇതാണ് നമ്മളുടെ എസ്റ്റിമേറ്റർ. ഈ എസ്റ്റിമേറ്റർ അൺബയാസ്ഡ് ഫോർ തീറ്റ ആണെന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അതായത് വി ഹാവ് ടു ഷോ ദാറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് നമുക്ക് കാണിക്കണം. ഇതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ടി ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്കറിയാം ടി, ദ എസ്റ്റിമേറ്റർ ടീനെ നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? 4 by pi ഇൻറ്റു ജോമെട്രിക് മീൻ ഓഫ് x1, x2. x1 x2വിൻ്റെ ജോമെട്രിക് മീനാണ് ഇവിടെ വേണ്ടത്. അതിനെ 4 by pi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വാട്ട് ഈസ് ജോമെട്രിക് മീൻ? ജോമെട്രിക് മീൻ ഓഫ് n ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് nth റൂട്ട് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദി ഒബ്സർവേഷൻസ് ആണ്. അപ്പം x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞുള്ള n ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അവരുടെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ദ nth റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഒബ്സർവേഷൻസ്. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മളെ കയ്യിൽ 2 ഒബ്സർവേഷൻസ് ആണുള്ളത്. അപ്പോൾ അവരുടെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ nth റൂട്ടാണ്. അവിടെ n2 ആണ്. അപ്പോൾ സെക്കൻഡ് റൂട്ട് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട്. അപ്പോൾ നമ്മൾ സാധാരണ റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 ഇതാണ് നമ്മളുടെ ജോമെട്രിക് മീൻ അല്ലേ. അപ്പോൾ നമുക്ക് ടീനെ എങ്ങനെ എഴുതാം? ടി ഈസ് ഈക്വൽ ടു 4 by pi ഇൻറ്റു ജോമെട്രിക് മീൻ ഓഫ് x1 x2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് x1 x2. ഇതാണ് നമ്മളുടെ 4 by pi ഇൻറ്റു x1 x2 ഉള്ളത് അല്ലേ. ഇപ്പം ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി തീറ്റയാണ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് 4 by pi ഇൻറ്റു റൂട്ട് ഓഫ് x1 x2, റൂട്ട് ഓഫ് x1 x2 ഇതാണ് വേണ്ടത്. ദറ്റ് ഈസ് ഈക്വൽ ടു 4 by pi ഇസ് എ കോൺസ്റ്റൻറ്റ്, അതിനെ എക്സ്പെക്റ്റേഷൻ്റെ പുറത്തേക്ക് വയ്ക്കാം, ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 അല്ലെങ്കിൽ റൂട്ട് ഓഫ് x1 ഇൻറ്റു റൂട്ട് ഓഫ് x2 എന്ന് നമുക്ക് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ x1 ആൻഡ് x2 എന്ന് പറയുന്നത് ഒരു റാൻഡം സാമ്പിളിലുള്ള ഒബ്സർവേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ x1 x2 ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് റൂട്ട് ഓഫ് x1 ആൻഡ് റൂട്ട് ഓഫ്
x2 will be independent. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 4/π ഇൻറ്റു ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷനെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ഓഫ് x1 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ഓഫ് x2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി. അപ്പോൾ ഇതിനെ ഫർദറായിട്ട് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ഓഫ് x1 എന്താണെന്ന് അറിയണം, എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ഓഫ് x2 എന്താണെന്ന് അറിയണം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ഓഫ് x1 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ഓഫ് x1 ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ മീൻസ് എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഇൻ്റഗ്രൽ ഓവർ x1 റൂട്ട് ഓഫ് x1 ഇൻറ്റു എഫ് ഓഫ് x1 dx1 ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ x1 എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിളാണ്. അപ്പോൾ റേഞ്ച് 0 to ∞. റൂട്ട് ഓഫ് x1നെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, x1 raised to 1/2 എന്ന് എഴുതും അല്ലേ. റൂട്ട് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 raised to 1/2. ആൻഡ് എഫ് ഓഫ് x1 നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, 1/θ e raised to -x1/θ dx1 ഇങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1/θ നമുക്ക് പുറത്തേക്ക് വയ്ക്കാം, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞. ഇവിടെ x1 raised to 1/2 ഉണ്ട്, e raised to -x1/θ ഉണ്ട്. അപ്പോൾ ഇതൊരു ഗാമ ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് ഗാമ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം എന്നറിയാം. അതായത് ഇപ്പോൾ ഒരു ഇൻ്റഗ്രൽ ഇസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ 0 to ∞ x raised to p-1 e raised to -mx dx ഈ രൂപത്തിലാണ് ഒരു ഇൻ്റഗ്രൽ ഉള്ളതെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് ഗാമ p ബൈ m raised to p. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സിൻ്റെ പവറിൽ, അതായത് ഇവിടെ x1ൻ്റെ പവറിൽ സംതിങ് -1 എന്നുള്ള ഫോമിലാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് x1 raised to 3/2 -1 എന്ന് നമുക്ക് എഴുതിക്കൂടെ. 3/2 -1 is half. അപ്പോൾ p-1 എന്നുള്ള ഫോമിലേക്ക് എഴുതി, പിന്നെ e raised to -1/θ ഇൻറ്റു x1 അങ്ങനെ മാറ്റി എഴുതി, അതായത് mx എന്നുള്ള രൂപത്തിലേക്ക് dx1 ഇങ്ങനെ നമ്മൾ എടുത്തെഴുതി. അതായത് ഇവിടെ നമ്മൾ എഴുതിയതിൽ നമ്മൾ p വരുന്ന സ്ഥാനത്ത് നമുക്ക് 3/2 ആണ് ഉള്ളത്. ആൻഡ് e raised to -mx എന്നുള്ളവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആരാളുള്ളത്? 1/θ ആണ് ഉള്ളത്. അപ്പോൾ ദിസ് ഇസ് എ ഗാമ ഫംഗ്ഷൻ വിത്ത് p ഈസ് ഈക്വൽ ടു 3/2 ആൻഡ് m ഈസ് ഈക്വൽ ടു 1/θ അല്ലേ. അപ്പോൾ ഇതിന് ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് 1/θ ഓൾറെഡി പുറത്തേക്കുണ്ട്. ഈ ഇൻ്റഗ്രൽ ക്യാൻ ബി റിട്ടേൺ ആസ് ഗാമ p, ദറ്റ് ഈസ് ഗാമ 3/2 divided by m raised to p. m is 1/θ raised to 3/2 ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു. ഇനി ഗാമ 3/2നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഗാമയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഗാമ p ക്യാൻ ബി റിട്ടേൺ ആസ് p-1 ഗാമ p-1 ഇങ്ങനെ നമുക്ക് ഒന്ന് കുറച്ചിട്ട് ഗാമേനെ ഒരു പടി താഴ്ത്തിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അതേപോലെ നമുക്ക് ഗാമ 3/2നെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ 1/θ ഇൻറ്റു ഗാമ 3/2 ക്യാൻ ബി 3/2 -1 ഇൻറ്റു ഗാമ 3/2 -1 ഈ രീതിയിൽ എഴുതാം. ഇവിടെ താഴെ 1/θ ഹോൾ റേസ് ടു 3/2 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം നോക്കാം. 1/θ റേസ് ടു 1 ആണ് ഇവിടെ ഉള്ളത്, ഇവിടെ 1/θ റേസ് ടു 3/2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇതിനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1/θ റേസ് ടു 1/2 എന്നാണ് ബാക്കി വരും അല്ലേ. ഇത് ഇവിടെ 3/2 ഉണ്ട്, പവറിൽ ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 3/2 -1 വരും, ദാറ്റ് ഈസ് ഇവിടെ 1/θ റേസ് ടു 1/2 എന്നും വരും. അപ്പം ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് 3/2 -1 ഇസ് 1/2, ഗാമ 3/2 -1 ഇസ് ഗാമ 1/2 ഡിവൈഡഡ് ബൈ ഇവിടെ 1/θയുടെ പവറുകൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ദിസ് ക്യാൻ ബി 1/θ
റേസ് ടു 1/2 എന്ന് എഴുതാം. ഓർ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഗാമ ഹാഫ് ഈസ് റൂട്ട് ഓഫ് പൈ. റൂട്ട് ഓഫ് പൈ നമുക്കറിയാം, ഡിവൈഡഡ് ബൈ 1/θ ഹോൾ റേസ് ടു 1/2. ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ഓഫ് x1 കിട്ടിയിരിക്കുന്നത്. സിമിലർലി ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ഓഫ് x2 നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 1/2 ഇൻറ്റു റൂട്ട് ഓഫ് പൈ ഡിവൈഡഡ് ബൈ 1/θ ഹോൾ റേസ് ടു 1/2. കാരണം അതും സെയിം ആയിട്ടുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് 1/θ പാരാമീറ്ററുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ദെർഫോർ എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ഓഫ് x2 ഇതാണ്. ദെർഫോർ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് ടീനെ എഴുതാം അല്ലേ. ദെർഫോർ വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി? നമ്മൾ ഇതാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു 4/π ഇൻറ്റു expectation of root of x1 into expectation of root of x2. ഇതാണ് നമ്മൾ എഴുതി വെച്ചിരുന്നത്. ഓർ ഇപ്പം നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു 4/π ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് റൂട്ട് ഓഫ് x1 എന്ന് പറഞ്ഞാൽ നമുക്കിത് കിട്ടിയിരിക്കുന്നത് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് പൈ ഇൻറ്റു 1/θ whole raised to half into expectation of root of x2 1/2 into root of pi divided by 1/θ whole raised to half, which is equal to 4/π into ഇവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെ ഒരു 1/2 ഉണ്ട്. അപ്പോൾ 1/2 ഇൻറ്റു 1/4 ഇസ് 1/2 ഇൻറ്റു 1/2 1/4 നീട്ടി. അതുമാതിരി ഇവിടെ ഒരു റൂട്ട് പൈ ഉണ്ട്, ഇവിടെയും റൂട്ട് പൈ ഉണ്ട്. റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ ഇസ് പൈ. ഇവിടെ 1/θ റേസ് ടു ഹാഫ് ഇൻറ്റു 1/θ റേസ് ടു ഹാഫ്, ദറ്റ് ഈസ് ഈക്വൽ ടു 1/θ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇവിടെ 4ഉം ക്യാൻസൽ ചെയ്തു, പൈയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളത് ദിസ് ഈസ് ഈക്വൽ ടു 1/1/θ which is equal to theta. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി വിച്ച് ഈസ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4/π ഇൻറ്റു ജോമെട്രിക് മീൻ ഓഫ് ദി ഒബ്സർവേഷൻസ്, ദറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് ടി വിച്ച് ഈസ് ഈക്വൽ ടു 4/π ഇൻറ്റു ജോമെട്രിക് മീൻ ഓഫ് ദി ഒബ്സർവേഷൻസ് is an unbiased estimator of theta എന്ന് നമുക്കിവിടെ എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, x1, x2, etc. xn is a random sample from a normal population n mu sigma. Let t1 is equal to x1, t2 is equal to x1 plus x2 by 2, t3 is equal to x1 plus x2 plus x3 by 3, etc. tn is equal to x1 plus x2 plus x3 plus etc. plus xn by n are proposed estimates of mu. Compare the efficiencies of t1, t2, etc. tn. അപ്പോൾ ഇവിടെ നമുക്ക് എഫിഷ്യൻസീസ് ആണ് ഈ എസ്റ്റിമേറ്ററുകളുടെ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എഫിഷ്യൻസീസ് കമ്പയർ ചെയ്യുന്നത് നമുക്ക് അവരുടെ വേരിയൻസ് വെച്ചിട്ടാണ്. അപ്പോൾ 2 എസ്റ്റിമേറ്ററാണ് ഉള്ളതെങ്കിൽ T1 and T2 are 2 estimators. ഇപ്പോൾ variance of T1 is less than variance of T2 ആണെങ്കിൽ നമുക്ക് പറയാം T1 is more efficient than T2. T1 is more efficient than T2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എഫിഷ്യൻസി നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ എഫിഷ്യൻസി കമ്പയർ ചെയ്യാൻ നമുക്ക് ഓരോരുത്തരുടെയും വേരിയൻസ് ആദ്യം കണ്ടുപിടിക്കണം. ആൻഡ് ഒരു കാര്യം കൂടി നമുക്ക് അറിയണം, ഇവരെല്ലാവരും അൺബയസ്ഡ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവരെല്ലാം അൺബയസ്ഡ് ആണ്. കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് T1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് x1 വിച്ച് ഇസ് മ്യൂ.
അതുമാതിരി എക്സ്പെക്റ്റേഷൻ ഓഫ് T2 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 വിച്ച് ഇസ് അഗെയിൻ മ്യൂ. അപ്പോൾ ഇതെല്ലാം അൺബയാസ്ഡ് എസ്റ്റിമേറ്ററുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇവരെല്ലാവരെയും എടുത്തിരിക്കുന്നത് നോർമൽ പോപ്പുലേഷനെയാണ്. x1 x2 എക്സെട്ര xn എല്ലാം നോർമൽ പോപ്പുലേഷൻ n മ്യൂ സിഗ്മ എന്നുള്ള ഒബ്സർവേഷനുകളാണ്. അപ്പോൾ നമുക്ക് പറയാം x1 വിൽ ഫോളോ n മ്യൂ സിഗ്മ, x2 will follow a normal with mu sigma. ഇവരെല്ലാവരും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വേരിയൻസ് നമുക്ക് മീൻ എൻ മ്യൂ സിഗ്മ. അപ്പോൾ ഇവരുടെ മീൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും മീൻ മ്യൂ ആയിരിക്കും. എല്ലാവരുടെയും വേരിയൻസ് എന്തായിരിക്കും? ഇവിടെ തന്നിരിക്കുന്ന സിഗ്മയാണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ആയിരിക്കും. അതായത് വേരിയൻസ് ഓഫ് x1 is equal to സിഗ്മ സ്ക്വയർ. Variance of x2 is equal to sigma square, etc. Variance of xn is equal to sigma square. അപ്പോൾ എല്ലാവരുടെയും വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് വേരിയൻസ് ഓഫ് T1? വേരിയൻസ് ഓഫ് T1 is equal to വേരിയൻസ് ഓഫ് x1 അല്ലേ, ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. ഇനി വാട്ട് ഈസ് വേരിയൻസ് ഓഫ് T2? വേരിയൻസ് ഓഫ് വാട്ട് ഈസ് T2? x1 plus x2 divided by 2 അല്ലേ, ദറ്റ് ഈസ് ഈക്വൽ ടു ഈ 1/2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വേരിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ സ്ക്വയർ ആണ് പുറത്തേക്ക് വരിക. അപ്പോൾ 1/2 സ്ക്വയർ, ഇത് 1/4 ആണ് പുറത്തേക്ക് എടുക്കുന്നത്. വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 എന്ന് എഴുതാം. കാരണം x1 ആൻഡ് x2 ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 എങ്ങനെ നമുക്ക് എഴുതാം? വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2. കാരണം ഇവർ ഇൻഡിപെൻഡൻ്റ് ആവാൻ കാരണം അവർ റാൻഡം സാമ്പിളിലുള്ള ഒബ്സർവേഷൻസ് ആണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു വേരിയൻസ് ഓഫ് x1 is സിഗ്മ സ്ക്വയർ പ്ലസ് വേരിയൻസ് ഓഫ് x2 is സിഗ്മ സ്ക്വയർ. ദാറ്റ് ഈസ് 2 sigma square divided by 4 which is equal to sigma square by 2. അതുമാതിരി വേരിയൻസ് ഓഫ് T3 എന്താണ് നോക്കാം. ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പോൾ 1/3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കാൻ 1/9 ആവും. പിന്നെ വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് x3ന് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് വേരിയൻസ് ഓഫ് x3 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 1/9 ഇൻറ്റു സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ. ദറ്റ് ഈസ് 3 സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9. or this is equal to sigma square divided by 3 etc. ഇങ്ങനെ പോവാണെച്ചാൽ what is variance of Tn? Variance of Tn will be sigma square divided by n. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് വേരിയൻസ് ഓഫ് T1 എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ, വേരിയൻസ് ഓഫ് T2 എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ബൈ 2, വേരിയൻസ് ഓഫ് T3 എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ബൈ 3 എക്സെട്ര. വേരിയൻസ് ഓഫ് Tn എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ബൈ n ആണ് അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ വേരിയൻസ് ആർക്കാണ് വന്നിരിക്കുന്നത്? വേരിയൻസ് ഓഫ് Tn ആണ് അല്ലേ. അത് സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ n ആണ്. n ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ. ആൻഡ് അതിൻ്റെ തൊട്ട് താഴെ വേരിയൻസ് ഓഫ് Tn-1 ആയിരിക്കും. അങ്ങനെ പോയിട്ട് വേരിയൻസ് ഓഫ് T3 ആണ് പിന്നെ ചെറുത് വേരിയൻസ് ഓഫ് T2 ആണ്. ആൻഡ് ഏറ്റവും വലുതാണ് വേരിയൻസ് ഓഫ് T1. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. We can write this as variance of Tn ആണ് ഏറ്റവും ചെറുത്, that is less than variance of Tn-1. അതിൻ്റെ താഴെ അങ്ങനെ പോയി less than variance of T3, less than variance of T2, is less than variance of T1 അല്ലേ. അതായത് വേരിയൻസ് ഓഫ് Tn ആണ് ഏറ്റവും ചെറുത്, മീൻസ് Tn is the most efficient estimator. Tn is most efficient estimator of our mu. നമ്മളുടെ ഏറ്റവും എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഏതാണ്? Tn ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ എഫിഷ്യൻസി പോകുന്നത്.
ഏറ്റവും എഫിഷ്യൻസി കുറഞ്ഞത് T1 ആണ്, അടുത്തത് T2 ആണ്. അങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻസീസ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദ മീൻ ഓഫ് നോർമൽ പോപ്പുലേഷൻ. അപ്പം നോർമൽ പോപ്പുലേഷൻ്റെ മീൻ, അതായത് മ്യൂവിനുള്ള ഒരു ഇൻ്റർവൽ എസ്റ്റിമേറ്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നോർമൽ പോപ്പുലേഷൻ്റെ മീന് എസ്റ്റിമേറ്റർ കാണുന്നത് നമ്മൾ 3 കേസുകളായിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അതിലത്തെ കേസ് 1 ആണ്. ഫസ്റ്റ് കേസിൽ നമ്മൾ പറയുന്നത് വെൻ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം നോർമൽ പോപ്പുലേഷൻ n mu sigma and sigma is known. സിഗ്മ തന്നിരിക്കുന്ന കേസിലുള്ള കോൺഫിഡൻസ് ഇൻ്റർവലാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എക്സ് ബാർ എന്നാണ് തുടങ്ങുന്നത്. മ്യൂവിനുള്ള കോൺഫിഡൻസ് ഇൻ്റർവൽ കാണാൻ വേണ്ടിയിട്ട് പോപ്പുലേഷൻ മീനിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ നമ്മൾ സാമ്പിൾ മീനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കവിടെ അറിയാം ഈ കേസിൽ സാമ്പിൾ മീൻ എക്സ് ബാർ. This will follow a normal distribution with mean mu and standard deviation sigma by root. X bar will follow normal distribution with mean mu and standard deviation sigma by root. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എഴുതുകയാണ് Z is equal to X bar minus mean mu divided by standard deviation. X bar minus mu by sigma by root n will follow a standard normal distribution N01. ഇവിടെ നിന്നാണ് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവൽ പറയാൻ തുടങ്ങുന്നത്. അപ്പം ഇതൊരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഏരിയ പ്രോപ്പർട്ടി പറയുന്നത് ഇപ്പോൾ 95% ഓഫ് ദി ഏരിയയും -1.96ൻ്റെയും +1.96ൻ്റെയും ഇടയിലാണ് കിടക്കുന്നത് എന്നാണ് ഏരിയ പ്രോപ്പർട്ടി ഒന്ന് പറയുന്നത്, അല്ലേ? അതായത് പ്രോബബിലിറ്റി ദാറ്റ് -1.96 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു +1.96 ഈസ് ഈക്വൽ ടു 0.95 എന്ന് നമുക്കറിയാം. അതേപോലെ ഇപ്പോൾ 98%ൻ്റെ ഏരിയ പ്രോപ്പർട്ടി പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് -2.326 less than or equal to Z less than or equal to +2.326 is equal to 0.98 എന്നാണ്. അതുമാതിരി 99% ആണെച്ചാൽ പ്രോബബിലിറ്റി ദാറ്റ് -2.58 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു +2.58 ഈസ് ഈക്വൽ ടു 0.99 എന്നും പറയും, അല്ലേ? അപ്പോൾ ഇൻ ജനറലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഈ 0.95 0.98 0.99 നമ്മൾ 1 - ആൽഫ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് ഇങ്ങനെ പറയാം, പ്രോബബിലിറ്റി ദാറ്റ് ഒരു ടേബിൾ വാല്യൂ അതിന് നമുക്ക് -Z∝/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈ വേരിയബിൾ Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു +Z∝/2 ദാറ്റ് ഈസ് ഈക്വൽ ടു ജനറലായിട്ട് 0.95 0.98 എന്നൊക്കെ എഴുതിയ സ്ഥാനത്ത് നമുക്ക് ആരെ പറയാം 1 - ആൽഫ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവൽ കാണാൻ തുടങ്ങുന്നത്. ഇവിടെ Z∝/2 എന്ന് പറയുന്നത് ടേബിൾ വാല്യൂ ആണ്, അല്ലേ? അപ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ദാറ്റ് -Z∝/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Z. ഇവിടെ നമ്മളെ കയ്യിലുള്ള Z ഏതാണ്? X bar minus mu divided by sigma by root ലെസ് ദാൻ ഓർ ഈക്വൽ ടു +Z∝/2 is equal to 1 - ആൽഫ. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മ്യൂവിനുള്ള ഒരു കോൺഫിഡൻസ് ഇൻ്റർവെലാണ്. അപ്പോൾ മ്യൂവിനുള്ള ഒരു കോൺഫിഡൻസ് ഇൻ്റർവെൽ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂ കടക്കാൻ സാധ്യതയുള്ള ഒരു ഇൻ്റർവെൽ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് T1 and T2. നമുക്കിങ്ങനെ എഴുതാൻ പറ്റണം, പ്രോബബിലിറ്റി ദാറ്റ് T1 less than or equal to mu less than or equal to T2 is equal to 1 - ആൽഫ എന്ന് നമുക്ക് എഴുതാൻ സാധിച്ചാൽ എനിക്ക് പറയാം T1, T2 will be the 100 into 1 - ആൽഫ % കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ mu എന്ന് നമുക്ക് പറയാം.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു T2 ഇസ് ഈക്വൽ ടു 0.95 എന്ന് എഴുതാൻ സാധിച്ചാൽ എനിക്ക് പറയാം T1, T2 ഈസ് 100 ഇൻറ്റു 0.95, that is 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മ്യൂ എന്ന് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെയൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതായത് ഇവിടെ മിഡിൽ ആര് മാത്രമേ പാടുള്ളൂ, മ്യൂ മാത്രമേ പാടുള്ളൂ. ആൻഡ് അതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് T1ഉം T2 ആയിട്ട് എടുക്കേണ്ടത്. അവരാണ് നമ്മൾ ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മ്യൂവിനെ മാത്രം നടുവിൽ നിർത്തണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഓരോരുത്തരെയായിട്ട് ഇവിടുന്ന് ഒഴിവാക്കാൻ പോവുകയാണ്. ആദ്യം σ/√n ഒഴിവാക്കാം. അതിനു വേണ്ടി മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ σ/√n. അപ്പം എല്ലാ ടേമിനെയും ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടേമിനെയും σ/√n കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്കിത് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ദാറ്റ് മൈനസ് Z∝/2 ഇൻറ്റു σ/√n ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ ടേമിനെ σ/√n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഡിനോമിനേറ്റർ ഒഴിവാകും. അപ്പോൾ x⁻− മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് Z∝/2 ഇൻറ്റു σ/√n ദറ്റ് ഈസ് ഈക്വൽ ടു 1 - α എന്ന് നമുക്ക് കിട്ടും അല്ലേ. എഗെയിൻ ഇവിടെ ഇനിയിപ്പോൾ x⁻ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ x⁻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ആഡിങ് ത്രൂ ഔട്ട് ബൈ -x⁻. സോ ദിസ് വിൽ ബിക്കം പ്രോബബിലിറ്റി ദാറ്റ് -x⁻ മൈനസ് Z∝/2 σ/√n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -x⁻ പ്ലസ് Z∝/2 σ/√n ഇസ് ഈക്വൽ ടു 1 - α. ഇങ്ങനെ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയപ്പം ഇവിടെ നടുവിൽ നമുക്ക് മ്യൂ ആയിരുന്നു വേണ്ടിയിരുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്നത് -μ ആണ്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് എല്ലാവരെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാളിറ്റി എല്ലാം ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ അതാണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ -1. സോ ദിസ് വിൽ ബിക്കം പ്രോബബിലിറ്റി ഓഫ്, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തൊട്ട് മുമ്പത്തെ ടേമിന് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x⁻ പ്ലസ് Z∝/2 σ/√n എന്ന് കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ആവും. -μ പ്ലസ് മ്യൂ ആയി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ x⁻ മൈനസ് Z∝/2 σ/√n ഇങ്ങനെയാണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 1 - α. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ തിരിച്ചിടാൻ പോവുകയാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, അതായത് ഈ ടേമിന് നമുക്ക് ആദ്യം എഴുതാം പ്രോബബിലിറ്റി ദാറ്റ് x⁻ മൈനസ് Z∝/2 σ/√n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു x⁻ പ്ലസ് Z∝/2 σ/√n ഇസ് ഈക്വൽ ടു 1 - α. അപ്പോൾ ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ പ്രോബബിലിറ്റി ദാറ്റ് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു T2 ഇസ് ഈക്വൽ ടു 1 - α എന്ന് പറഞ്ഞ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് T1, T2 വിച്ച് ഇസ് ഇവിടെ T1ൻ്റെ സ്ഥാനത്ത് x⁻ മൈനസ് Z∝/2 σ/√n x⁻ plus Z∝/2 σ/√n is the 100 into 1 - alpha percentage confidence interval for mu എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കേസ് 1-ൽ ഇതിൻ്റെ മ്യൂവിനുള്ള കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടത്. അപ്പോൾ സിമിലർലി നമ്മളിപ്പോൾ കേസ് 2 നോക്കുകയാണ് എന്ന് പറഞ്ഞാൽ, കേസ് 2 എന്ന് പറഞ്ഞാൽ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം നോർമൽ പോപ്പുലേഷൻ n mu സിഗ്മയാണ് ആൻഡ് സിഗ്മ ഈസ് അൺനോൺ. നമ്മൾ എടുക്കുന്ന കേസ് എന്താണ്? സിഗ്മ അൺനോൺ ആൻഡ് n ലാർജ്. ഈ കേസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് അറിയുന്നത് x⁻
will follow a normal distribution with mean mu, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് സിഗ്മ ബൈ റൂട്ട് എന്നിൻ്റെ സ്ഥാനത്ത് എസ് ബൈ റൂട്ട് ആണ്. കാരണം സിഗ്മ അൺനോൺ ആയതുകൊണ്ട് സിഗ്മയെ നമ്മൾ അതിൻ്റെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ടുള്ള എസ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇതാണ് എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെയും സിമിലർ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. എസ് സിഗ്മയുടെ സ്ഥാനത്ത് എസ് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് എന്ന് ഇവിടെ വന്ന സ്ഥാനത്ത് എസ് ബൈ റൂട്ട് എൻ എക്സ് ബാർ പ്ലസ് സെഡ് ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് എൻ. ദിസ് ഇസ് ദി 100 into 1 minus alpha percentage confidence interval for mu എന്ന് ഈ കേസിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത കേസ്, ഒരു കേസും കൂടി നമുക്ക് നോക്കാനുണ്ട്. നമ്മളതിനെ കേസ് 3 എന്ന് പറഞ്ഞാൽ നോർമൽ പോപ്പുലേഷന് സാമ്പിളുകൾ എടുത്തിരിക്കുന്നു. സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം നോർമൽ പോപ്പുലേഷൻ എൻ മ്യൂ സിഗ്മ അൺനോൺ ആൻഡ് എൻ സ്മോൾ. ഇതാണ് അടുത്ത കേസ് വരുന്നത്. ഈ കേസിലും പോപ്പുലേഷൻ നോർമൽ തന്നെയാണ്. ഇപ്പം ഇവിടെ നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷനാണ് എടുക്കുന്നത്. അതായത് ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് ഓഫ് എൻ മൈനസ് 1. ദിസ് വിൽ ഫോളോ എ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇവിടെ ടി ആണ് ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഏരിയ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ടി ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ടി ടേബിൾസിൽ നിന്ന് നമുക്ക് ടേബിൾ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ടി ആൽഫ ബൈ 2 സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് ടി ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ടി ആൽഫ ബൈ 2 ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഈ രീതിയിൽ എനിക്ക് ടേബിൾ നോക്കിയിട്ട് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ടി ആൽഫ ബൈ 2 എന്ന് പറയുന്ന ടേബിൾ വാല്യൂവിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ ടി ആൽഫ ബൈ 2 എന്ന് പറയുന്ന ടേബിൾ വാല്യൂ എനിക്ക് കിട്ടുന്നത് ഞാനൊരു 2 ടേൽഡ് ആയിട്ടുള്ള ടി ടേബിൾസിലാണ് നോക്കുന്നത് വിത്ത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫയിലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എൻ മൈനസ് 1ലും നോക്കിയാലാണ് എനിക്ക് ടി ആൽഫ ബൈ 2 എന്ന് പറയുന്ന നമ്പറിനെ കിട്ടുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കോൺഫിഡൻസ് ഇൻ്റർവൽ ഇങ്ങനെ എഴുതുന്നത്. ഇവിടെ ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് മൈനസ് ടി ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടി ഇവിടെ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് ഓഫ് എൻ മൈനസ് 1 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ടി ആൽഫ ബൈ 2 ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഇവിടെയും നമ്മൾ ആദ്യം എസ് ബൈ റൂട്ട് ഓഫ് എൻ മൈനസ് 1നെ ഒഴിവാക്കാൻ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ എസ് ബൈ റൂട്ട് ഓഫ് എൻ മൈനസ് 1. സോ വി വിൽ ഗെറ്റ് probability of minus t alpha by 2 into s by root of n minus 1 less than or equal to x bar minus mu less than or equal to plus t alpha by 2 into s by root of n minus 1 that is equal to 1 minus alpha. ഇനി എക്സ് ബാറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആഡിങ് ത്രൂ ഔട്ട് ബൈ മൈനസ് എക്സ് ബാർ. സോ വി വിൽ ഗെറ്റ് probability of minus x bar minus t alpha by 2 s by root of n minus 1 less than or equal to minus mu less than or equal to minus x bar plus t alpha by 2 s by root of n minus 1 that is equal to 1 minus alpha. ഇങ്ങനെ നമുക്ക് കിട്ടി. എഗെയിൻ മൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ മൈനസ് 1. Therefore, we will get probability of x bar plus t alpha by 2 s by root of n minus 1 greater than or equal to, കാരണം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് mu greater than or equal to x bar minus t alpha by 2 s by root of n minus 1 is equal to 1 minus alpha. ഇതിനെ നമ്മളിനി തിരിച്ചിടാൻ പോവുകയാണ്. So this can be written as probability of x bar minus t alpha by 2 s by root of n minus 1 less than or equal to mu less than or equal to x bar plus t alpha by 2 s by root of n minus 1.
വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഇങ്ങനെ നമ്മൾ എഴുതിയാൽ നമുക്ക് നടുവിലും മ്യൂ മാത്രം വന്നു, അതിൽ ഈ സൈഡിൽ വന്നത് T1 അല്ലേ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു T2. അപ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് ഇൻ്റർവൽ നമുക്ക് കിട്ടി. സോ വി ക്യാൻ റൈറ്റ് എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് ഓഫ് n മൈനസ് 1 വിച്ച് ഇസ് മൈ T1, കോമ എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 ഇൻറ്റു എസ് ബൈ റൂട്ട് ഓഫ് n മൈനസ് 1 വിച്ച് ഇസ് മൈ T2 ഇസ് ദി 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ. അപ്പം ഇങ്ങനെയാണ് പോപ്പുലേഷൻ മീനിനുള്ള കോൺഫിഡൻസ് ഇൻ്റർവൽ നമ്മൾ കാണുക. നോർമൽ പോപ്പുലേഷൻ എടുക്കുമ്പോൾ അവിടെ 3 കേസുകളായിട്ടാണ് ചെയ്യാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദ വേരിയൻസ് ഓഫ് നോർമൽ പോപ്പുലേഷൻ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ്, എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 11 ഫ്രം എ നോർമൽ പോപ്പുലേഷൻ ഇസ് ഫൗണ്ട് ടു ഹാവ് എ വേരിയൻസ് 12.3. ഫൈൻഡ് എ 95% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദി പോപ്പുലേഷൻ വേരിയൻസ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പോപ്പുലേഷൻ വേരിയൻസിനുള്ള ഒരു കോൺഫിഡൻസ് ഇൻ്റർവൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പോൾ അതിനുള്ള കോൺഫിഡൻസ് ഇൻ്റർവൽ കാണാൻ തുടങ്ങുന്നത് സാമ്പിൾ വേരിയൻസ് വെച്ചിട്ടായിരിക്കണം. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം കൈ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയില്ലെങ്കിലും, സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷനായിട്ട് നമുക്ക് അറിയില്ലെങ്കിലും, എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ വിൽ ഫോളോ എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് നമുക്കറിയാം. അപ്പോൾ എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കൈ സ്ക്വയർ റാൻഡം വേരിയബിളാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടേബിൾ നോക്കിയിട്ട്, കൈ സ്ക്വയർ ടേബിൾ നോക്കിയിട്ട് നമ്മൾ 2 ടേബിൾ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഒന്ന് കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2ഉം മറ്റൊന്ന് കൈ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് പറഞ്ഞിട്ടുള്ള 2 ടേബിൾ വാല്യൂസാണ് നമ്മൾ ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നത്. അതിൽ കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2 നമുക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റി നോക്കേണ്ടത് 1 മൈനസ് ആൽഫ ബൈ 2വിലും നോക്കുന്നു, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n മൈനസ് 1ലും നോക്കിയാൽ കിട്ടുന്ന ടേബിൾ വാല്യൂ ആണ് കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2. അതേപോലെ കൈ സ്ക്വയർ ആൽഫ ബൈ 2 എന്ന് പറയുന്ന ടേബിൾ വാല്യൂ കിട്ടാൻ നമ്മൾ ആൽഫ ബൈ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ആൽഫ ബൈ 2 എന്ന് പറയുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലും n മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും കൈ സ്ക്വയർ ടേബിൾ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു ടേബിൾ വാല്യൂ ആണ് കൈ സ്ക്വയർ ആൽഫ ബൈ 2. അങ്ങനെ 2 ടേബിൾ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് പ്രോബബിലിറ്റി ദാറ്റ് കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ആൽഫ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമ്മൾ കൈ സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണിപ്പം എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ആണ്. എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ആൽഫ ബൈ 2 ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്മ സ്ക്വയറിനുള്ള ഒരു കോൺഫിഡൻസ് ഇൻ്റർവലാണ് വേണ്ടത്. അതായത് നമുക്ക് ഇങ്ങനെ കിട്ടണം, പ്രോബബിലിറ്റി ദാറ്റ് സിഗ്മ സ്ക്വയർ മാത്രമാണ് നടുവിൽ വരേണ്ടത് ആൻഡ് T1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു T2 ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ എന്ന പറഞ്ഞ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റിയാൽ വി ക്യാൻ സേ T1 കോമ T2 ഇസ് ദി 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ സിഗ്മ സ്ക്വയർ. ഇവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നടുവിൽ നമുക്ക് സിഗ്മ സ്ക്വയർ മാത്രമാണ് വരുത്തേണ്ടത്. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇവിടെ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ എല്ലാം റെസിപ്രോക്കൽ എടുക്കും. അപ്പോൾ പ്രോബബിലിറ്റി ദാറ്റ് എല്ലാത്തിൻ്റെയും റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 ഡിവൈഡഡ് ബൈ കൈ സ്ക്വയർ 1 മൈനസ് ആൽഫ ബൈ 2. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഇക്വാലിറ്റി തിരിയും, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും. ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ കൈ സ്ക്വയർ ആൽഫ ബൈ 2.
ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇവിടുന്ന് n² ഒഴിവാക്കണം. സോ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ n². എല്ലാ ടേമിനെയും n² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ n² ഡിവൈഡഡ് ബൈ chi² 1 മൈനസ് ആൽഫ ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു σ² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n² ഡിവൈഡഡ് ബൈ chi² ആൽഫ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഇതിനെ നമുക്ക് തിരിച്ചിടാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് n² ഡിവൈഡഡ് ബൈ chi² ആൽഫ ബൈ 2 less than or equal to σ² less than or equal to n² by chi² 1 minus alpha by 2 that is equal to 1 minus alpha. അപ്പോൾ ഇത് നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള മെത്തേഡിൽ തന്നെയാണ്. അതായത് ഇവിടെ T1 എന്ന് വന്ന സ്ഥാനത്ത് n² ബൈ chi² ആൽഫ ബൈ 2 വന്നിരിക്കുന്നു. T2 എന്ന് വന്ന സ്ഥാനത്ത് n² ബൈ chi² 1 മൈനസ് ആൽഫ ബൈ 2 എന്ന് വന്നിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് n² ഡിവൈഡഡ് ബൈ chi² ആൽഫ ബൈ 2 കോമ n² ഡിവൈഡഡ് ബൈ chi² 1 മൈനസ് ആൽഫ ബൈ 2. This is the 100 into 1 minus alpha percentage കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ σ². ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 11 തന്നിട്ടുണ്ട്. ഫ്രം എ നോർമൽ പോപ്പുലേഷൻ ഇസ് ഫൗണ്ട് ടു ഹാവ് എ വേരിയൻസ് 12.3. ഫൈൻഡ് ദ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ ദി പോപ്പുലേഷൻ വേരിയൻസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് n എഴുതാം. n ഇസ് ഈക്വൽ ടു 11 എന്ന് തന്നിട്ടുണ്ട്. s² സാമ്പിൾ വേരിയൻസ് ഇസ് ഗിവൺ ആസ് 12.3. ഇനി നമുക്ക് കാണേണ്ടത് 95% കോൺഫിഡൻസ് ഇൻ്റർവെലാണ്. അപ്പോൾ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ σ² ക്യാൻ ബി റിട്ടൺ ആസ് നമ്മൾ എഴുതുന്നത് n² ഡിവൈഡഡ് ബൈ chi² ആൽഫ ബൈ 2 കോമ n² ഡിവൈഡഡ് ബൈ chi² 1 മൈനസ് ആൽഫ ബൈ 2 എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾ chi² ആൽഫ ബൈ 2 കണ്ടുപിടിക്കേണ്ടത് chi² ആൽഫ ബൈ 2ഉം chi² 1 മൈനസ് ആൽഫ ബൈ 2 ആണ് നമുക്ക് ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മളിപ്പം സാധാരണ പറയുന്നത് 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 95% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി 100 ഇൻറ്റു 1 മൈനസ് 0.05% കോൺഫിഡൻസ് ഇൻ്റർവെലാണ്. അതായത് ഇവിടെ ആൽഫ 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ ആൽഫ എന്ന് പറയുന്നത് 0.05 ആണ്. ഓക്കെ, അപ്പോൾ chi² ആൽഫ ബൈ 2 കാണണമെങ്കിൽ നമുക്ക് ആൽഫ ബൈ 2 അറിയണം. ആൽഫ ബൈ 2 ഈസ് 0.025 ആണ്. ആൻഡ് 1 മൈനസ് ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0.025 ആണ്. ദറ്റ് ഈസ് 0.975 ആണ്. അപ്പോൾ നമുക്ക് ആൽഫ ബൈ 2 ഇപ്പോൾ 95%ൻ്റെ കേസിൽ ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 0.025ഉം 1 മൈനസ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 0.975ഉം ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ chi² ആൽഫ ബൈ 2 കണ്ടുപിടിക്കേണ്ടത് ആൽഫ ബൈ 2 എന്ന് പറയുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലാണ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലാണ്. ദാറ്റ് ഈസ് 0.025 എന്ന് പറയുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലും ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1 ആണ്. n എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ 10 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലുമാണ് നമ്മളിവിടെ ടേബിൾ നോക്കിയിട്ട് ഈ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സിമിലർലി chi² ആൽഫ ബൈ 2 എന്ന് പറയുന്ന വാല്യൂ കാണേണ്ടത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.975ലും നോക്കണം, ഡിഗ്രി ഓഫ് ഫ്രീഡം n-1 10ലും നോക്കിയിട്ടാണ് ഈ ടേബിൾ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ chi² ടേബിളിൽ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നോക്കുന്നത് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആൽഫ വരുന്ന 0.025 എന്ന് പറയുന്ന ആൽഫയിലും ഡിഗ്രി ഓഫ് ഫ്രീഡം 10ലും നോക്കുമ്പം നമുക്ക് കിട്ടുന്ന
ടേബിൾ വാല്യൂ ഇസ് 20.483. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ടേബിൾ വാല്യൂ എന്താണ്? 20.483 ആണ് നമുക്കിവിടെ കിട്ടുന്ന chi² α/2. 20.483 ആണ് chi² α/2 കിട്ടിയിരിക്കുന്നത്. അതേപോലെ chi² 1 - α/2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽഫ നോക്കേണ്ടത് 0.975 ഡിഗ്രി ഓഫ് ഫ്രീഡം 10 നോക്കുമ്പം 3.247 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ടേബിൾ വാല്യൂ 3.247. ഇങ്ങനെ നമുക്ക് 2 ടേബിൾ വാല്യൂസ് കിട്ടിയിരിക്കുന്നു. സോ നമ്മൾക്ക് നമ്മളുടെ 95% കോൺഫിഡൻസ് ഇൻ്റർവൽ എഴുതാം. ദറ്റ് ഈസ് n², ദറ്റ് ഈസ് 11 × 12.3 ഡിവൈഡഡ് ബൈ chi² α/2 വിച്ച് ഈസ് 20.483, അടുത്തത് n², ദറ്റ് ഈസ് 11 × 12.3 ഡിവൈഡഡ് ബൈ chi² 1 - α/2 വിച്ച് ഈസ് 3.247. ഇതാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂസ് 6.61, 41.67 എന്നുള്ള വാല്യൂസാണ്. ഇതാണ് നമ്മളുടെ σ²-നുള്ള 95% കോൺഫിഡൻസ് ഇൻ്റർവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 250 insects treated with certain insecticide, 150 were killed. Obtain 99% and 95% confidence interval for the proportion of insects likely to be killed by this insecticide in future use. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 250 ഇൻസെക്ട്സിനെ ഒരു ഇൻസെക്ടിസൈഡ് കൊടുത്തപ്പോൾ 150 were killed എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ സാമ്പിൾ സൈസ് n = 250. അതിൽ ഇൻസെക്ടിസൈഡ് കൊണ്ട് കില്ല് ചെയ്ത ഇൻസെക്ട്സിൻ്റെ എണ്ണം x = 150 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ പ്രപ്പോർഷനെ കുറിച്ചിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവലാണ് വേണ്ടത്. അപ്പോൾ സാമ്പിൾ സൈസ് n തന്നിട്ടുണ്ട് 250 ആൻഡ് നമ്മളുടെ കില്ലായിട്ടിരിക്കുന്ന ഇൻസെക്ട്സിൻ്റെ എണ്ണം 150 എന്ന് തന്നിട്ടുണ്ട്. ദെർഫോർ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സാമ്പിൾ പ്രപ്പോർഷൻ എഴുതാം. അപ്പോൾ സാമ്പിൾ പ്രപ്പോർഷൻ P' can be written as P' is equal to x divided by n, that is 150 divided by 250 which is equal to 0.6. ഇതാണ് നമ്മളുടെ P' കിട്ടുന്നത്. P' കിട്ടുമ്പോൾ ഉടനെ തന്നെ നമുക്ക് Q' എഴുതി വയ്ക്കാം. Q' is 1 - P', that is 1 - 0.6 which is 0.4. നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് 99% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ പ്രപ്പോർഷൻ ഓഫ് ഇൻസെക്ട്സ് വേണം. അപ്പം നമ്മളുടെ 99% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ പോപ്പുലേഷൻ പ്രപ്പോർഷനാണ്. പിക്കുള്ള 99% കോൺഫിഡൻസ് ഇൻ്റർവൽ ക്യാൻ ബി റിട്ടൺ ആസ് ഈസ്, ആദ്യം നമ്മൾ സാമ്പിൾ പ്രപ്പോർഷൻ എഴുതി P' മൈനസ് ടേബിൾ വാല്യൂ ആണ് എഴുതേണ്ടത്. 2.58 ആണ് 99%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ ആണ്. ഇവിടെ സ്റ്റാൻഡേർഡ് എററിൻ്റെ എസ്റ്റിമേറ്റ് ആണ് എഴുതുന്നത് P', Q' ഡിവൈഡഡ് ബൈ n, അടുത്തത് P' പ്ലസ് ടേബിൾ വാല്യൂ ദറ്റ് ഇസ് 2.58 ഇൻറ്റു റൂട്ട് ഓഫ് P', Q' ഡിവൈഡഡ് ബൈ n. ഇതാണ് 99% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ P. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു P' is 0.6 മൈനസ് 2.58 ഇൻറ്റു റൂട്ട് ഓഫ് P', Q' that is 0.6 into 0.4 divided by n which is 250, P' 0.6 plus 2.58 into root of 0.6 into 0.4 divided by 250. ഇതാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് വരുന്ന ആൻസർ 0.52, 0.679. ഇതാണ് 99% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ പി എന്ന് കിട്ടുന്നത്. സിമിലർലി 95% കോൺഫിഡൻസ് ഇൻ്റർവൽ
ഫോർ പി കിട്ടണമെങ്കിൽ നമ്മൾ എഴുതേണ്ടത് പി ഡാഷ് മൈനസ് 95%ൻ്റെ കറസ്പോണ്ടിങ് ടേബിൾ വാല്യൂ ഇസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് പി ഡാഷ് ക്യൂ ഡാഷ് ബൈ എൻ കോമ പി ഡാഷ് പ്ലസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് പി ഡാഷ് ക്യൂ ഡാഷ് ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദറ്റ് ഈസ് 0.6 മൈനസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് 0.6 into 0.4 divided by 250, comma 0.6 plus 1.96 into root of 0.6 into 0.4 divided by 250 എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. This is equal to 0.54, 0.66. ഇതാണ് ഇവിടെ കിട്ടുന്ന 95% കോൺഫിഡൻസ് ഇൻ്റർവൽ.